ചത്തഴുകിയ പന്നി 4-5 ദിവസങ്ങളായിട്ട് ഒരിടത്ത് തടഞ്ഞു കിടന്നിട്ട് അവിടുത്തെ നാട്ടുകാർ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് കുത്തിവിട്ടതാണ്. ചേട്ടാ ഇത് ഏതാ വാർഡ് ഏതാ? വാർഡ് മെമ്പറെ വിളിച്ച് ചേട്ടൻ പറഞ്ഞു അല്ലേ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ നല്ല മനോഹരമായ സ്ഥലമാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ ശ്രീകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ പത്തനംതിട്ട റൂട്ടിൽ പന്നിവിഴ കനാൽ റോഡിലാണ് നിൽക്കുന്നത്. കനാലിൽ നിന്നും വലത്തോട്ടുള്ള റോഡിൽ ആണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കാണാനിടയായത്. അടൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ പെട്ട സ്ഥലമാണ്. അപ്പോൾ KAP കനാൽ നിറഞ്ഞൊഴുകുകയാണ്. അപ്പം സൈഡുകളിലൊന്നും നേരത്തെ നമ്മൾ മരം വെട്ടാത്തതിനെ തുടർന്നൊക്കെ കുറേ ന്യൂസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഒരുപാട് പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ കണ്ടു. അതിൻ്റെ ഇടയിൽ പന്നി ചത്തഴുകി വന്ന് മാലിന്യത്തിൽ അടിഞ്ഞ് കുപ്പികളൊക്കെ ആയിട്ട് വന്ന് കിടക്കുകയായിരുന്നു. വളരെയധികം ദുർഗന്ധമാണ്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധം വമിക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അപ്പോൾ തോട്ടിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ചേട്ടനോട് നമ്മൾ ചോദിക്കുകയുണ്ടായി, ചേട്ടാ ഇത് എങ്ങനെയാണ് ഇത് പന്നി? അപ്പോൾ ചേട്ടൻ പറയുന്നു, ഒരാഴ്ച കൊണ്ട് അടിഞ്ഞ് അപ്പുറത്ത് കിടക്കുന്ന ഈ കുപ്പികളും എല്ലാം കൂടെ വന്ന് അടിഞ്ഞ് അവിടെ കിടക്കുകയാണ്. അവസാനം വാർഡ് മെമ്പറെ വിളിച്ച്, ചേട്ടാ ഇത് ഏതാ വാർഡ് ഏതാ? മുനിസിപ്പാലിറ്റി 9-ാം വാർഡ് അല്ലേ? 9-ാം വാർഡിൽ വാർഡ് മെമ്പറെ വിളിച്ച് ചേട്ടൻ പറഞ്ഞു അല്ലേ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി. ഒരാഴ്ച കൊണ്ട്, അതായത് 8 ദിവസത്തോളമായി ചത്തഴുകി കിടക്കുന്നൊരവസ്ഥ വന്നിട്ട്. ഇപ്പം വാർഡ് മെമ്പർ എന്ത് ചെയ്യാൻ പറ്റും? KAPയുടെ കനാലിലൂടെ ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നവരാദ്യം ചിന്തിക്കണം. മാലിന്യം കൊണ്ട് തട്ടുമ്പോഴേ വേസ്റ്റ് തിന്നാനെ കൊണ്ട് കനാലിൻ്റെ പക്കത്തുമൊക്കെ പോയി നിൽക്കുന്ന പന്നികൾ കനാലിൽ വീണ് ചാവുന്നത് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇതേപോലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ളൊരു ഹബ്ബായിട്ട് KAP കനാലുകളെ നമ്മുടെ പൊതുസമൂഹം കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നോക്കുമ്പോൾ കാണാം, കുറേ അധികം ചാക്കുകൾ ഒഴുകി പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് തന്നെ കാണാം സാനിറ്ററി പാഡുകളടക്കം ചാക്കുകളിൽ കെട്ടി കനാലിൽ കൊണ്ടിടുന്നത്. നമ്മൾ നേരത്തെ തന്നെ പല വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം വെച്ചുകൊണ്ട്. അങ്ങനെ കുറേ സബ് കനാലുകളൊക്കെ KAP കോൺട്രാക്ട് കൊടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ധാരണയായി. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് KAPക്ക് അത്രത്തോളം കനാൽ ക്ലീൻ ചെയ്യുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നാണ് അറിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞു കുട്ടികളെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കനാലിൽ നിന്നൊക്കെ വെള്ളം മുക്കി ദേഹം കഴുകുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒഴുക്ക് ജലമാണ്, പണ്ടുള്ളവർ പറയും ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒഴുക്ക് വെള്ളമാണ് എന്നുള്ള തരത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഈ ജലമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വലിയ എന്തൊക്കെ രോഗങ്ങളാണ് ഇനി പിടിപെടുന്നത്, പകർച്ചവ്യാധികളാണ് ഇനി പിടിപെടുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കനാലുമായിട്ട് ബന്ധപ്പെട്ട്, ശുദ്ധജലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, മാലിന്യം കൊണ്ട് തള്ളുന്നതായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനം കണ്ടെത്താതെ കൊണ്ട് നമ്മളുടെ നാട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല.